ഹലോ അസ്സലാമു അലൈക്കും. ആണെങ്കിൽ ഒരു മുട്ട വൈബ് ഒരു തന്ത വൈബ്. അപ്പോൾ തന്ത വൈബ് കാണേണ്ടവർ കണ്ടോളി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചാലിയത്താപ്പുള്ളത്. ഇത് നമ്മളെ മജീദാക്കുമാണ്, കൂടണ്ണികളിലാണ്, ടിമ്പർ ബിസിനസ്സുള്ള ആളാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് സൈസ് കഷ്ടം കൊണ്ട് ചാലിയത്തേക്ക് ഓട്ടം വന്നതാണ്, പുള്ളിക്കാരൻ്റെ ഓട്ടമാണ്. അപ്പോൾ കണ്ട ഇവിടെ ചാലിയത്ത് മീൻ ഉണ്ടോ നോക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ മീൻ പിടിക്കാൻ ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ ഇറങ്ങുന്നുണ്ട്. കാണുന്നുണ്ടല്ലോ ഉണ്ടോ? ബോട്ടുകൾ മീൻ പിടിക്കാൻ ഇറങ്ങി തുടങ്ങി. ഇവിടെ മീൻ വന്നത് കുറവാണ്, കുറച്ച് ചെമ്മീനും കുറച്ച് മറ്റേ ചില്ലറ മീനുകളൊക്കെ ഉള്ളു, കൂന്തൽ അങ്ങനെയൊക്കെ മീനുകളാണുള്ളത്. പക്ഷെ അതൊന്നും വലിയൊരു മെച്ചം പോരാ, വില കൂടുതലാണ്. അത് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പറയാൻ നോക്കട്ടെ. എന്താ കുറച്ച് സമയം ഇവിടെ ഉണ്ടാവുള്ളൂ, അധിക സമയം നിൽക്കില്ല അവിടെ. ഞങ്ങളവിടെ പാർട്ടി എത്തിയില്ല, പാർട്ടി എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ പോകും. അപ്പോൾ കുറച്ച് സമയം ഇവിടെ നിന്ന് കറങ്ങിയിട്ട് ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. സമയം ഇഷ്ടംപോലെ കിടക്കല്ലേ, കാറ്റ് കുറവല്ലേ, കാറ്റിലിടാൻ. അവിടെ ജങ്കാറിൻ്റെ ഒരു സൈഡ് അവിടെ കാണുന്നുണ്ട്, പക്ഷെ നമുക്ക് ഇവിടുന്ന് വല്ലാതെ കാണാൻ പറ്റില്ല, ചെറുതായിട്ട് കാണുള്ളൂ. അവിടെ പോകാൻ പറ്റുമോ നോക്കട്ടെ. അപ്പോൾ ബോട്ടുകൾ മീൻ പിടിക്കാൻ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷമുള്ള ഇറക്കമാണ് ഇവർ. അപ്പോൾ ഞങ്ങൾ ഓട്ടം വന്ന് കുറച്ച് വെയിറ്റിങ്ങിലായിരുന്നു. പാർട്ടി അവിടെ ഉണ്ടായിരുന്നില്ല, പാർട്ടി വന്നിട്ട് വേണം നമുക്ക് ലോഡ് ഇറക്കാൻ. അപ്പോൾ ഇച്ചിരി സമയം അധികം വെയിറ്റിംഗ് വന്നു. അപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് മീൻ വല്ലതും ഉണ്ടോ നല്ലത് നോക്കാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ കുറച്ച് സമയം നല്ല കാറ്റും ഒക്കെ കൊണ്ട് അവിടെ ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ച് ചാലിയം ഒരു സൈഡിലേക്ക് ഇറങ്ങിയതാണ്. അവിടെ മീൻ വന്ന് കയറുന്നുണ്ട്, അത്യാവശ്യം ചെറുതോണിയിലും ഒക്കെ വന്ന് കയറുന്നുണ്ട്. നല്ല കാലാവസ്ഥ, കാറ്റ്, അവിടെ നല്ല തണലും ഉണ്ട്. നോമ്പും കാലത്ത് ഇരിക്കാൻ പറ്റിയൊരു കാലാവസ്ഥയായിരുന്നു. കുറച്ച് സമയം അവിടെ ഇരുന്നു, അത്യാവശ്യം കാഴ്ചകളൊക്കെ കണ്ടു. ജങ്കാറുകളൊക്കെ അങ്ങനെ ഒരു ഭാഗത്ത് ഒതുക്കി വെച്ചിട്ടുണ്ട്, കാണാൻ നല്ല ഭംഗിയൊക്കെ. അപ്പോൾ ഒരു കുഞ്ഞു വള്ളം ഇങ്ങനെ സൈഡാക്കി കിരക്കടിപ്പിച്ചു. അതിനകത്തൊരാൾ ചൂണ്ടലിട്ട് പിടിച്ച മീനുകളാട്ടോ. അപ്പോൾ ആ ഒരു മനുഷ്യൻ ഉണ്ടോ, ചെറുമീനുകളാണ്. അത്യാവശ്യം ചെറുമീനും മീഡിയം സൈസ് മീനുകളൊക്കെയാണ് ഇതിനകത്തുള്ളത്. ഒരുപാടൊന്നുമില്ല, ഈ കൊട്ടയെ കാണുന്നതന്നെ ഉള്ളൂ. ഒരു 6-7 കിലോ എന്തായാലും ഉണ്ടാവും. അപ്പോൾ പുള്ളിക്കാരൻ അതൊക്കെ വള്ളത്തിൽ നിന്ന് കൊട്ടയിലേക്ക് ഇങ്ങനെ ഓരോന്ന് എടുത്ത് എല്ലാവരും പോയില്ലേ? കാണാനൊക്കെ കണ്ടു എനിക്ക് കൊണ്ടുപോവാം, ആവശ്യക്കാരെല്ലാം പറയാം. അപ്പോൾ അവരെ കൂട് ഭാഷയിൽ തന്നെ വിലയൊക്കെ പറഞ്ഞ് ഉറപ്പിക്കുകയാണ്. അപ്പോൾ നമുക്കൊക്കെ കൂടാൻ കിട്ടുമല്ലോ ലേലത്തിൽ. പക്ഷേ നമ്മളതിനകത്തൊന്നും ശ്രദ്ധിച്ചില്ല, കാരണം നമുക്ക് ഉദ്ദേശിച്ച മീനുകളല്ല അതിനകത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ടത് അങ്ങനെ ഒരു കുഴപ്പമില്ലാത്തൊരു വിലക്കാണ് വിറ്റ് പോയത് അവിടെ. അപ്പോൾ കണ്ടങ്ങളെ ഓരോ വള്ളങ്ങളിങ്ങനെ അടുപ്പിച്ച്, ചെറിയ ബോട്ടുകളൊക്കെ അടുപ്പിച്ച് നിർത്തിയിട്ട് അതിനകത്തൊക്കെ ഐസ് നിറക്കാനുള്ള പ്ലാനാണ് ഇവർ. ചാക്കിൽ ഐസ് കൊടുന്നിട്ട് ഐസൊക്കെ ഈ ഓരോ വള്ളത്തിനകത്തും വെച്ച് ഓരോ വണ്ടികൾ എടുത്തുകൊണ്ട് പോകുന്ന സമയമാണ്. ഇപ്പോൾ എല്ലാവരും മീൻ പിടിക്കാൻ ഇറങ്ങുന്ന സമയമാണ്. ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ വള്ളങ്ങളിങ്ങനെ കരക്കടുപ്പിച്ച് അവർ ഐസൊക്കെ ചാക്കിലാക്കിയിട്ട് ഇതിനകത്ത് കയറ്റി പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇവിടെ മീനെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശരിക്കും നല്ല ഫ്രഷ് മീൻ കണ്ടത് ഇപ്പോൾ നമ്മൾ ആ കൊട്ടയിൽ വന്ന മീൻ മാത്രമേ ഉള്ളൂ. മറ്റതൊക്കെ അവിടെ രാവിലെ വന്ന മീനാണോ എന്നൊരു സംശയമുണ്ട് കണ്ടിട്ട്, കാരണം അതിൻ്റെ ഒരു പരുവം അങ്ങനെയാണ്. ഉച്ചയ്ക്ക് വന്നതാണെങ്കിലും കൊള്ളായിരുന്നു, നമുക്ക് വാങ്ങായിരുന്നു. നല്ല കേതലൊക്കെ ഉണ്ട്, മര്യാദ വിലയാണ്. 220 രൂപ കൊടുത്താൽ മതി കിലോയ്ക്ക്. കേതലല്ല, മറ്റേ കേതലിൻ്റെ മീനുണ്ട്, അതിന് പാകത്തെ വില ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല, നല്ല സൂപ്പർ മീനായിരിക്കും. പക്ഷേ ഇതാണ് സംഭവം. പിന്നെ കണ്ട ഈ മീനൊക്കെ രാവിലെ വന്നതാണെന്നുള്ളത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ അതൊന്നും നമുക്ക് വാങ്ങിക്കാൻ തോന്നിയില്ല, ഒക്കെ ഭയങ്കര വിലയാണ്. 1000 കുറഞ്ഞ കളിയൊന്നും കളിക്കണില്ല ഓരോ കൊട്ടയ്ക്ക്. ഇതിനൊക്കെ ഭയങ്കര റേറ്റ് അവർ പറയണത്, ചെമ്മീനൊക്കെ. അപ്പോൾ എന്തിനു പറയുന്നത്, നമ്മളിതൊന്നും അങ്ങനെ സ്ഥിരമായിട്ട് ഉപയോഗിക്കാത്ത സാധനങ്ങളല്ലേ ചെറിയ ചെമ്മീനൊന്നും. നമുക്ക് വല്ല മറ്റേ കേതലോ അങ്ങനെയുള്ള ഐറ്റംസ് മീനുകളൊക്കെയാണ് നമുക്ക് കഷ്ണം മീനിൽ വാങ്ങാൻ താല്പര്യം ഉണ്ടാവുക. അപ്പോൾ അത് രാവിലെ വന്ന സാധനം കൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചില്ല. പിന്നെ കണ്ടോ ഇവരൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും ഐസ് എടുക്കുക പോവുക.
ഇനി ഇങ്ങനെ തുരുതുരാ വന്നുകൊണ്ടിരിക്കും. ഓരോ വാഹനങ്ങൾ കൊച്ചു വള്ളങ്ങളും വന്നിങ്ങനെ ചെറുബോട്ടുകളൊക്കെ വന്നിങ്ങനെ പോകുന്ന രംഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗെയ്സ്. അവിടെ ഈ മീൻ നെയ്മീനുണ്ട്, ഫിലോപ്പിയുണ്ട്, മറ്റേ കേതലുണ്ട്, മറ്റേ ഇതെന്താ കറുത്ത ചെമ്പല്ലി അറിഞ്ഞു, ഭയങ്കര വിലയുള്ള മീനുകളാട്ടോ. മറ്റേ അമൂറുണ്ട്, അമൂറിനൊക്കെ 400 രൂപ. ബട മീൻ അമൂറൊക്കെ വൻ സെറ്റ് മീനാണ്. അതുകൊണ്ട് ഐസ് ആയിട്ട് പോകുന്നുണ്ടോ, ഓരോരുത്തർ ഐസ് ഇങ്ങനെ കൊണ്ടുപോയി അവർക്ക് വേണ്ട ഐസ് സെറ്റാക്കിയിട്ട് പോവാണ്. കാരണം ഐസില്ലാതെ മീൻ പിടിക്കാൻ പോകാൻ കഴിയില്ലല്ലോ. കാരണം അത് എപ്പോഴാണ് അവരെത്തുക, മടങ്ങിയെത്തുക, സമയം വൈകുമെന്നും പറയാൻ പറ്റില്ല. രാത്രിയാവും, ചിലപ്പോൾ നേരം വെളുക്കും. അതുകൊണ്ട് അവരെല്ലാം സെറ്റാക്കിയിട്ട് പോയിക്കൊണ്ടിരിക്കണം ഓരോ വണ്ടങ്ങൾ. ആള് കമ്മിയാണ്. അപ്പോൾ കേസ് ഞങ്ങൾ അവിടെ ഇന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് കുറച്ച് സമയം അവിടെ നിന്ന് ചെറുതായിട്ട് മീനൊക്കെ വരുന്നിട്ടുള്ളൂ. മീനൊന്നും കാര്യമായിട്ട് വന്നില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളൊന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് പോന്നു. ഞങ്ങളെ അവിടെ പാർട്ടി വന്നു, ലോഡിറക്കിയതിന് ശേഷം ഞാൻ വണ്ടിയുടെ സൈഡാക്കി. അപ്പോൾ ഞാനിവിടെ മൊത്തം കണ്ടപ്പോൾ നമുക്കൊരു പഴയ ഫീൽ, എങ്ങനെ 70, 75, 80 കാലഘട്ടങ്ങൾ, 85, 90 കാലഘട്ടങ്ങളെല്ലാം ഒരു ഫീല്. പഴയ കെട്ടിടങ്ങളും ആ നിരകളും നിരക്കടകളൊക്കെ ഉള്ള നമ്മളെ ചെറിയ നിരപ്പിടികളൊക്കെ ഉള്ള ആ ഒരു ഫീൽ. അപ്പോൾ മൊത്തം ഒന്ന് വീഡിയോ പിടിക്കാൻ വിചാരിച്ചു. വീഡിയോ പിടിച്ചപ്പോൾ ഒരാൾ ചോദിച്ചു എന്താ അങ്ങനെ വീഡിയോ പിടിക്കുന്നത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞൊന്നുമില്ല, ചുമ്മാ അങ്ങനെ കണ്ടപ്പോൾ ഒന്ന് പിടിക്കാൻ വിചാരിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു നിങ്ങൾ ഈ കാണുമായിരുന്നല്ലോ, അവിടെ ഒരുപാട് കഥകളുണ്ട് പറയാനെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കഥകൾ ചോദിക്കണമെന്ന് വിചാരിച്ചു നിന്നപ്പോൾ സമയം ഉണ്ടായില്ല. നമുക്ക് സമയം തുറക്കുമ്പോഴേക്കും നാട്ടിൽ എത്തണമെന്ന് വിചാരിച്ചത്, നാട്ടിൽ എത്തൂല എന്ന് ഉറപ്പായിരുന്നു. എങ്കിലും കൂടി ഞങ്ങൾ ഇങ്ങനെ ചെറിയ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെ ഒരിക്കലും പുരോഗമനം പെട്ടെന്നൊന്നും വരില്ല. ഇവിടെ ഒരുപാട് കഥകളുണ്ട് ഇതിനകത്ത്. ഇവിടെ ഒരു മസ്ജിദ് ഉണ്ട്. ഈ മസ്ജിദിൻ്റെ ഭാഗമാണ് ഈ കെട്ടിടങ്ങളും ഈ ഒരു ചെറിയ സ്റ്റേഡിയമായിട്ടുള്ള സ്ഥലമൊക്കെയാണ്. ഇവിടെ ഒരു പഴയ കിണർ ഒക്കെ ഉണ്ട്, ഇവിടെ മക്കാമൊക്കെ ഉണ്ട്. പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ. ഇവിടെ ഒരുപാട് കഥ പറയാനുള്ള സ്ഥലമാണ് ഈ മസ്ജിദിനെ കുറിച്ചൊക്കെ. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് ഞങ്ങളെ തിരിക്കുകയാണ്. ഓക്കെ.